ഇതാണ് കേട്ടോ നമ്മുടെ ധോണി ഫാം എന്ന് പറയുന്നത്. പാർസൽ കൊടുക്കാനായിട്ട് വരികയാണ്. അപ്പോൾ ഒറ്റ കൈ കൊണ്ട് വണ്ടി പിടിച്ചിട്ടുള്ള കരവിരുതാണിത്. എത്രത്തോളം കറക്റ്റായി വരും എന്നുള്ളത് എനിക്കറിയില്ല. നമ്മുടെ ഈ ധോണി ഫാമിൻ്റെ ഉള്ളിലേക്ക് അധികം ആളുകളെയൊന്നും വിടാറില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളുടെ കടയിൽ നിന്ന് പാർസൽ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇതിനുള്ളിലേക്ക് അലൗഡ് ചെയ്യുന്നത്. അല്ലാതെ വിസിറ്റേഴ്സൊന്നും ഇല്ല. കാരണം ആദ്യമൊക്കെ നമ്മുടെ ഇവിടേക്ക് ഒരുപാട് ആളുകൾ വരുവാണെങ്കിൽ കൂടെ ഇപ്പോൾ ആരെയും കയറ്റി വിടില്ല. ഇതിന് മുന്നൊക്കെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. മമ്മൂട്ടി, മോഹൻലാലും നമ്മുടെ ഐശ്വര്യ റായൊക്കെ വന്നിട്ടുള്ള ഷൂട്ട് ഇതിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പാർസൽ കൊടുക്കാൻ പോണ് നോക്കിക്കൊണ്ടേ ഇരിക്കുന്നത്. ഒറ്റ കൈയും കൂടെ ഫോണ് പിടിച്ചിട്ടാണ് ഈ പാർസൽ കൊടുക്കാൻ പോണത്. അപ്പോൾ ഓരോരുത്തരും എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടേക്കാണ് അങ്ങോട്ട്. കണ്ടില്ലേ, കണ്ടുകൊണ്ടേ സിനിമയിലെ നമ്മുടെ ഐശ്വര്യ റായൊക്കെ പാടി കളിച്ചതും ഈ തോന്നിയത് അതിൽ കാണിക്കുന്ന ഒരു കുളമുണ്ട്. ആ കുളമൊക്കെ അവിടെയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ പാർസൽ കൊടുക്കേണ്ട സ്ഥലം എത്തിയിട്ടാ. അപ്പോൾ പാർസൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ കിട്ടുന്ന ചാൻസ് ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി ഇങ്ങനെ മുതലാക്കൂട്ടാ. ഇഷ്ടമാണ് ഇതിനുള്ളിലേക്ക് കയറാൻ. അധികവും വിടാത്തത് കൊണ്ടായിരിക്കാൻ തോന്നുന്നു അങ്ങനത്തെ ഒരു ആങ്സൈറ്റി. അങ്ങനെ ഞാനിതാ പാർസൽ കൊടുക്കണ സ്ഥലം എത്തി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ധോണി ഫാം കേട്ടോ. ഇവിടെ